തിരക്കുകൾ മാത്രം നിറഞ്ഞ നഗരജീവിതത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം. അതാണ് നമ്മളിൽ പലരും ആഗ്രഹിക്കുന്നത്. വണ്ടികളുടെ ഹോൺ ശബ്ദമില്ലാത്ത, കരിപ്പുകയില്ലാത്ത, മനസ്സിന് കുളിർമ നൽകുന്നൊരിടം. വെറുമൊരു യാത്രയല്ല, കായലിൻ്റെ ഓളങ്ങളിലൂടെ പ്രകൃതിയെ തൊട്ടറിഞ്ഞുള്ള ഒരു സഞ്ചാരം. നോക്കിയേ, കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളം, അതിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകൾ, പച്ചപ്പിൻ്റെ പല വർണ്ണങ്ങൾ വാരി വിതറിയ പോലൊരു ചിത്രം. കായലിലൂടെയുള്ള ഈ യാത്രയിൽ ഏറ്റവും മനോഹരം ഇവിടുത്തെ നിശബ്ദതയാണ്. വള്ളം നീങ്ങുമ്പോൾ കേൾക്കുന്ന വെള്ളത്തിൻ്റെ ചെറിയ ശബ്ദവും ഇടയ്ക്ക് ചിലയ്ക്കുന്ന പക്ഷികളും മാത്രം. ഈ കാറ്റിന് പോലും എന്തൊരു കുളിർമയാണെന്നറിയാമോ? നമ്മുടെ ഉള്ളിലെ എല്ലാ ടെൻഷനും സ്ട്രെസ്സും അലിയിച്ച് കളയുന്ന ഔഷധമാണ് ഈ കായൽക്കാറ്റ്. ദൂരെ കാണുന്ന ആ ചെറിയ വീടുകളും അവിടുത്തെ ജീവിതങ്ങളും കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. പ്രകൃതിയോട് ഇത്രയധികം ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ജീവിത രീതി വേറെ എവിടെ കാണാനാണ്? ഈ യാത്രയുടെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്നറിയാം? ഈ പരന്നു കിടക്കുന്ന കായലിലൂടെ ഒരു രാജാവിനെ പോലെ ഇങ്ങനെ ഒഴുകി നടക്കാമെന്നതാണ്. നമ്മൾ റോഡിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വണ്ടികളുടെ ബഹളവും ട്രാഫിക്കും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ സമയം പോലും നിശ്ചലമായതുപോലെ തോന്നും. ചുറ്റും നോക്കിയേ, കായലിന് അതിരിട്ടു നിൽക്കുന്ന തെങ്ങുകൾ, ദൂരെ നമ്മളെപ്പോലെ തന്നെ യാത്ര ആസ്വദിക്കുന്ന മറ്റ് ഹൗസ് ബോട്ടുകൾ. ഓരോ ബോട്ടിനും ഓരോ ഭംഗിയാണ്. ചിലത് ചെറുതാണ്, ചിലത് വലിയ കൊട്ടാരം പോലെയാണ്. ഈ വെള്ളത്തിലെ ഓളങ്ങൾക്കൊപ്പം മെല്ലെ മെല്ലെ നമ്മുടെ ബോട്ടും നീങ്ങുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആ ഒരു റിലാക്സേഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വെറുതെ ഈ കാഴ്ചകളും കണ്ടുകൊണ്ട് മണിക്കൂറുകളോളം ഇരിക്കാൻ തോന്നുന്നു. പലർക്കും തോന്നാറുണ്ട് ഈ കായലിന് എത്ര ആഴമുണ്ടാകുമെന്ന്. സത്യത്തിൽ വലിയ ആഴമൊന്നും ഒട്ടുമിക്ക സ്ഥലത്തുമില്ല. പക്ഷേ ചെളി നിറഞ്ഞ അടിത്തട്ടാണ്. നമുക്കിത് വിനോദയാത്രയാണെങ്കിലും ഇവിടെയുള്ളവർക്ക് ഈ കായൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വള്ളത്തിലാണ് ഇവിടുത്തുകാർ കടയിൽ പോകുന്നതും മീൻ പിടിക്കുന്നതും, എന്തിന് കുട്ടികൾ സ്കൂളിൽ പോകുന്നതും വരെ. ഇതുപോലത്തെ നല്ല കിടിലൻ യാത്രാ വീഡിയോകൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുറത്തെ കായൽ കാഴ്ചകൾ പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ താമസിക്കുന്ന ബോട്ടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ. പലർക്കും ഹൗസ് ബോട്ടിൽ കയറുമ്പോൾ പേടിയുണ്ടാകുക, അത് വൃത്തിയായിരിക്കുമോ, ബാത്റൂമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെയാണ്. എന്നാൽ ഈ ബോട്ടിൻ്റെ കാര്യം നോക്കിയേ, ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ശ്രദ്ധിച്ചോ? പൂർണ്ണമായും തടിയിൽ തീർത്ത ഭിത്തികളും ആ പഴയ തറവാടുകളെ ഓർമ്മിപ്പിക്കുന്ന ഡിസൈനുകളും, ഒപ്പം ആധുനിക രീതിയിലുള്ള വാഷ് ബേസിനും കണ്ണാടിയുമെല്ലാം ഇതിനൊരു റോയൽ ടച്ച് നൽകുന്നുണ്ട്. സാധാരണ ബോട്ടുകളിൽ പലപ്പോഴും ഇടുങ്ങിയ സ്ഥലമായിരിക്കും ഉണ്ടാവുക, നടക്കാൻ പോലും പ്രയാസമായിരിക്കും. എന്നാൽ ഇവിടെ ഈ ഇടനാഴി കണ്ടില്ലേ? അത്യാവശ്യം നല്ല വീതിയുണ്ട്. റൂമുകളിലേക്ക് പോകാനും വരാനുമൊക്കെ നല്ല സൗകര്യമാണ്. ഫ്ലോറിംഗ് ആയാലും വുഡൻ ഫിനിഷ് ആയതുകൊണ്ട് തെന്നി വീഴുമെന്ന പേടിയും വേണ്ട. പ്രത്യേകിച്ച് നമ്മൾ ഫാമിലിയുമായോ കുട്ടികളുമായോ ഒക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള വൃത്തിയും സൗകര്യങ്ങളും തന്നെയാണ് ആദ്യം നോക്കേണ്ടത്. ഒരു 5 സ്റ്റാർ ഹോട്ടൽ മുറി വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് പോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. പലർക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും ഇതിൻ്റെ ചിലവ് എങ്ങനെയാണെന്നത്. സാധാരണയായി 1 ബെഡ്റൂം മുതൽ വലിയ 5 മുതൽ 6 ബെഡ്റൂമുള്ള ബോട്ടുകൾ വരെ ഇവിടെ ലഭ്യമാണ്. ഡേ ക്രൂയിസ് വേണോ അതോ രാത്രി സ്റ്റേ വേണോ എന്നതിനനുസരിച്ച് റേറ്റിൽ മാറ്റം വരും. സീസൺ അനുസരിച്ചും റേറ്റ് മാറും. ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഒരു 2 ബെഡ്റൂം ബോട്ടായിരിക്കും ലാഭം. ഭക്ഷണവും ഇതിൻ്റെ പാക്കേജിൽ ഉൾപ്പെടും. കായലിലൂടെയുള്ള ഈ യാത്രയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം നമുക്ക് ചുറ്റും കാണുന്ന ഈ ബോട്ടുകൾ തന്നെയാണ്. നോക്കിയേ, ഒന്നിനൊന്ന് വ്യത്യസ്തം. പഴയകാലത്തെ ചരക്ക് കടത്താൻ ഉപയോഗിച്ചിരുന്ന കെട്ടുവള്ളങ്ങളാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന അത്യാഡംബര ഹൗസ് ബോട്ടുകളായി മാറിയിരിക്കുന്നത്. മുളയും പായും കയറും തടിയും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വലിയ നിർമ്മിതികൾ ഇതൊരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ്.
ചിലത് ചെറിയ ബോട്ടുകളാണെങ്കിൽ ചിലത് വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന വലിയ കൊട്ടാരങ്ങൾ പോലെയാണ്. ഇതിൻ്റെ ആ ഒരു ഡിസൈനും വെള്ളത്തിൽ വീണ് കിടക്കുന്ന ഇതിൻ്റെ നിഴലുമൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. നമ്മുടെ കേരളത്തിന് മാത്രം സ്വന്തമായ വിദേശികൾ പോലും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ്. ഈ ബോട്ടിൻ്റെ ആ ഒരു വലിപ്പം കണ്ടോ? സാധാരണ വള്ളങ്ങൾ പോലെയല്ല, ഇത് ശരിക്കും വെള്ളത്തിൽ ഒഴുകുന്ന ഒരു ഇരുനില വീട് തന്നെയാണ്. താഴെയും മുകളിലുമായിട്ട് എത്ര സ്ഥലമാണെന്നോ. പണ്ടത്തെ കെട്ടുവള്ളങ്ങളുടെ ആ ഒരു രൂപഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ അകത്തൊരു ആഡംബര വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നീളവും വീതിയും കണ്ടാൽ തന്നെ അറിയാം, ഒരു വലിയ ഫാമിലിക്ക് മുഴുവൻ സുഖമായിട്ട് ഇതിൽ താമസിക്കാമെന്ന്. മുകളിലത്തെ ആ ഡെക്കിലിരുന്നാൽ കായലിൻ്റെ ഒരു ഏരിയൽ വ്യൂ തന്നെ കിട്ടും. ഇതുവരെ നമ്മൾ കണ്ടത് കായലിൻ്റെ ശാന്തമായ മുഖമായിരുന്നെങ്കിൽ ഇനി കാണാൻ പോകുന്നത് കായലിൻ്റെ ആവേശമാണ്. ദാ കണ്ടില്ലേ, ഹൗസ് ബോട്ടിലെ മെല്ലെയുള്ള യാത്രയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് ഇട്ട് ഞങ്ങൾ നേരെ ചാടിക്കയറിയത് ഈ സ്പീഡ് ബോട്ടിലേക്കാണ്. കാറ്റും വെള്ളവും കീറി മുറിച്ച് കായലിലൂടെ ഒരു 1.5 പാച്ചിൽ. ബോട്ട് ഓരോ തവണ വളക്കുമ്പോഴും വെള്ളം വന്ന് മുഖത്തടിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നേരിട്ട് അനുഭവിച്ച് തന്നെ അറിയണം. പേടിയും ത്രില്ലും എല്ലാം കൂടി കലർന്നൊരവസ്ഥ. ഞങ്ങളുടെ കൂടെയുള്ളവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാമല്ലോ എല്ലാവരും എത്രമാത്രം ഇത് ആസ്വദിക്കുന്നുണ്ടെന്ന്. ആലപ്പുഴ വന്നിട്ട് ഹൗസ് ബോട്ട് മാത്രം കണ്ടു മടങ്ങരുത്. ഇതുപോലൊരു സ്പീഡ് ബോട്ട് റൈഡ് കൂടി നടത്തിയാലേ യാത്ര പൂർണ്ണമാകൂ. സത്യത്തിൽ ഇതൊരു അഡ്രിനാലിൻ റഷ് തന്നെയാണ്. ഇത്രയും ആവേശകരമായ ഈ യാത്രയ്ക്ക് ചാർജ് വരുന്നത് ഒരാൾക്ക് 300 രൂപയാണ്. കായലിലൂടെയുള്ള ഈ ഒരു ത്രില്ലിംഗ് റൈഡും കിട്ടുന്ന അനുഭവം വെച്ച് നോക്കുമ്പോൾ 300 രൂപ ഒട്ടും കൂടുതലല്ല. ആലപ്പുഴ വന്നാൽ തീർച്ചയായും പരീക്ഷിച്ച് നോക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ സ്പീഡ് ബോട്ടിംഗ്. അങ്ങനെ കായൽ കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയതറിഞ്ഞില്ല. ഉച്ചയായി. വയറ്റിൽ വിശപ്പിൻ്റെ കാഹളം മുഴങ്ങി തുടങ്ങിയപ്പോൾ ക്യാപ്റ്റൻ ചേട്ടൻ ബോട്ട് ഉച്ചഭക്ഷണത്തിനായി സൈഡാക്കാൻ തുടങ്ങി. ഇത്രയും വലിയൊരു ബോട്ട് ഒട്ടും തട്ടാതെയും മുട്ടാതെയും ആ വശത്തേക്ക് ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ. നല്ല ക്ഷമയും കഴിവും വേണ്ട പണിയാണ്. പക്ഷേ ഇവിടെ മറ്റൊരു രസകരമായ കാഴ്ചയുണ്ട്. നമ്മൾ പാർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അതിനിടയിലൂടെ വഴിമാറി വിടൂ എന്ന് പറഞ്ഞ് ചീറിപ്പായുന്ന ആ ചെറിയ വള്ളങ്ങൾ കണ്ടില്ലേ? ശരിക്കും അത്ഭുതം തോന്നും ഇവരുടെ സ്പീഡ് കണ്ടാൽ. നമ്മൾ ട്രാഫിക്കിൽ ബ്ലോക്കിൽ കിടക്കുമ്പോൾ ബൈക്കുകാർ ഇടയിലൂടെ പോകുന്നത് പോലെയാണിത്. നമ്മുടെ ഈ ഹൗസ് ബോട്ട് ഒരു ആനയെപ്പോലെ മെല്ലെ നീങ്ങുമ്പോൾ ഇവർ ചെറിയ മീനുകളെ പോലെയാണ് വെള്ളത്തിലൂടെ തെന്നി മാറിപ്പോകുന്നത്. ഈ ചെറിയ വള്ളങ്ങളിൽ പോകുന്നവർക്ക് ഇത് നിത്യസംഭവമാണ്. പക്ഷേ നമ്മളെപ്പോലെ വിസിറ്റേഴ്സിന് ഇതൊരു കൗതുകം തന്നെയാണ്. സ്പീഡ് ബോട്ടിലെ ആവേശമൊക്കെ കഴിഞ്ഞ് തിരികെ ഹൗസ് ബോട്ടിലേക്ക് എത്തിയപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിരുന്നു. പക്ഷെ ഞങ്ങളെ കാത്തിരുന്നത് എന്താണെന്നോ? കുട്ടനാടിൻ്റെ സ്വന്തം രുചിയുമായി വിഭവസമൃദ്ധമായ ഒരു സദ്യ. മേശപ്പുറത്ത് നിരത്തി വെച്ചിരിക്കുന്ന വിഭവങ്ങൾ കണ്ടപ്പോൾ തന്നെ കൊതി വന്നു. വാഴയിലയിൽ പൊതിഞ്ഞ് പൊള്ളിച്ചെടുത്ത കരിമീൻ. ആ ഇല തുറക്കുമ്പോൾ വരുന്ന മണമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കൂടെ നല്ല എരിവുള്ള മീൻ കറി, കപ്പ, തോരൻ, പിന്നെ നല്ല ചൂട് ചോറൂറും. ഇവിടുത്തെ ഷെഫ് തന്നെ ഫ്രഷായി ഉണ്ടാക്കി തരുന്നതുകൊണ്ട് ആ രുചി വേറെ ലെവലാണ്. കായലിലൂടെയുള്ള കാറ്റും കൊണ്ട് ഈ പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് നല്ല നാടൻ ഭക്ഷണം കഴിക്കുക സത്യം പറഞ്ഞാൽ മനസ്സിനും വയറിനും ഒരുപോലെ സംതൃപ്തി തന്ന നിമിഷമായിരുന്നു.
നമ്മുടെ ഈ യാത്ര ഇത്രയും മനോഹരമാക്കുന്നത് ഇവിടുത്തെ ചേട്ടന്മാരാണ്. ക്യാപ്റ്റനും കുക്കുമെല്ലാം നമ്മുടെ വീട്ടിലെ ആളുകളെ പോലെയാണ് പെരുമാറുന്നത്. ബോട്ട് ഓടിക്കുന്നതിനിടയിലും ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അവരുടെ ആ ഒരു സ്നേഹം കൂടെ ചേരുമ്പോഴാണ് ഈ യാത്ര പൂർണ്ണമാകുന്നത്. ഊണ് കഴിഞ്ഞ് കുറച്ചു നേരത്തെ ഇടവേളയ്ക്ക് ശേഷം ബോട്ട് പതിയെ നീങ്ങിത്തുടങ്ങി. ഇനി എങ്ങോട്ട്? കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കാഴ്ചകളാണ്. ചുറ്റും പച്ചപ്പ്, കായലിലൂടെയുള്ള കാറ്റ്, ദൂരെ കാണുന്ന ഗ്രാമീണ ജീവിതങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫീൽ അത് നേരിട്ട് തന്നെ അനുഭവിക്കണം. സമയവും കാലവും ഒക്കെ മറന്ന് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിമിഷം. ഏതൊരു നല്ല യാത്രയ്ക്കും ഒടുവിൽ ഒരു മടക്കയാത്ര ഉണ്ടല്ലോ. രാവിലെ തുടങ്ങിയ ഈ യാത്ര ദാ ഇപ്പോൾ സന്ധ്യയോടടുത്തിരിക്കുന്നു. ആകാശം ചെമ്മന്ന് തുടുത്ത് സൂര്യൻ മെല്ലെ വിട പറയാൻ തുടങ്ങുമ്പോൾ കായലിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞതേയില്ല. രാവിലെ കണ്ട ആ പച്ചപ്പും പിന്നെ സ്പീഡ് ബോട്ടിലെ ആവേശവും ഉച്ചയ്ക്ക് കഴിച്ച ആ നാടൻ ഭക്ഷണത്തിൻ്റെ രുചിയും എല്ലാം കൂടി ചേർന്നപ്പോൾ മനസ്സ് നിറഞ്ഞു. തിരക്കുകൾ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴുമെങ്കിലും ഇതുപോലെ ഒന്ന് ബ്രേക്ക് എടുക്കുന്നത് എത്ര വലിയ ആശ്വാസമാണെന്ന് ഈ യാത്ര എന്നെ ഓർമ്മിപ്പിച്ചു. വെറുതെ ഒന്ന് വന്ന് ഈ കാറ്റും കൊണ്ട് മനസ്സ് തുറന്ന് ചിരിച്ചു മടങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഊർജമുണ്ടല്ലോ, അതെത്ര പണം കൊടുത്താലും കിട്ടില്ല. ആലപ്പുഴയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ: ധൈര്യമായി പോന്നോളൂ. ഫാമിലിയുമായിട്ടാണെങ്കിലും ഫ്രണ്ട്സുമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണിത്. അപ്പം നമ്മുടെ ഈ ആലപ്പുഴ ഹൗസ് ബോട്ട് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കുക. പിന്നെ ഈ സ്ഥലത്തെക്കുറിച്ചോ യാത്രയെക്കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനിയും ഒരുപാട് നല്ല യാത്രകളും വ്യത്യസ്തമായ കാഴ്ചകളുമായി നമ്മൾ വരുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കൂ. അപ്പോൾ ശരി, പുതിയൊരു സ്ഥലവും പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.